ദീപാവലി ആഘോഷനിറവിലാണ് രാജ്യം. പടക്കം പൊട്ടിച്ചും മധുരം നൽകിയും ഉത്തരേന്ത്യക്കാർ ദീപാവലി ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ ആശംസകൾ നേർന്നു. ദീപാവലി സ്നേഹം പങ്കിടുന്നത് മധുരം വിളമ്പിയാണ്. നാവിൽ കൊതിയൂറുന്ന പലതരം വിഭവങ്ങൾ ആഘോഷങ്ങളിൽ പ്രധാനിയാണ്. വീടുകളും റോഡുകളും എല്ലാം അലങ്കാര ദീപങ്ങളിൽ തിളങ്ങുകയാണ്. അതേസമയം വായുമലിനീകരണം രൂക്ഷമായതോടെ ഹരിത പടക്കങ്ങൾ ഉപയോഗിച്ചാണ് ആഘോഷങ്ങൾ പൊടിപൊടിക്കുന്നത്. കേരളത്തിൽ ദീപാവലി ആഘോഷം ഹരിതാഭമാക്കാനുള്ള നിർദ്ദേശങ്ങളുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ശുചിത്വ മിഷൻ, ഹരിത മിഷൻ, നവകേരള മിഷൻ, ക്ലീൻ കേരള കമ്പനി എന്നിവ സജീവമായി രംഗത്തുണ്ട്. മാലിന്യമാകുന്ന അന്ധകാരത്തെ മാറ്റി ശുചിത്വത്തിന്റെ പുണ്യപ്രകാശമേകുന്ന ഹരിതകർമ്മസേനയെ സൗഹൃദം ശുചിത്വവേദി അഭിനന്ദിച്ചു. രാജ്യത്ത് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകൾ നടന്നുവരുന്നു. ക്ഷേത്രങ്ങളിൽ വിളക്ക് വെച്ച് ദേവീദേവന്മാരുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവാൻ ഭക്തരുടെ വലിയ തിരക്കായിരുന്നു. പാലക്കാട് കോട്ടയ്ക്കകം ശ്രീ ആഞ്ജനേയ ക്ഷേത്രത്തിൽ ആഞ്ജനേയരെയും ശ്രീരാമനെയും തൊഴാൻ ഉച്ചകഴിഞ്ഞും ഭക്തരുടെ തിരക്കായിരുന്നു. TK മീഡിയയുടെ നേതൃത്വത്തിൽ ദീപാവലി ആഘോഷം ഏവർക്കും മധുരം വിതരണം ചെയ്തുകൊണ്ടാണ് സജീവമാക്കിയത്. TK മീഡിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ M കൃഷ്ണമൂർത്തി പ്രഭാതത്തിൽ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയെ കളക്ടറുടെ ബംഗ്ലാവിൽ ചെന്ന് സന്ദർശിച്ച് അവർക്ക് മധുരം നൽകിയതോടെ TK മീഡിയയുടെ ദീപാവലി ആഘോഷത്തിന് തുടക്കമായി.